ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാനിപ്പോൾ കുറച്ച് പിന്നിലുള്ള ഒരു കാര്യം പറയുന്നത്. ഞാനും സാജിയും തമ്മിൽ നടന്ന ഇഷ്യൂവിൽ സാജിയെ രക്ഷിക്കാൻ വന്ന ഒരുത്തണ്ടായിരുന്നു ഫാത്തി. അവസാനം പിന്നെ അവനും ഞാനുമായി. സാജിയുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് അവളങ്ങോട്ട് ഇതിലേക്ക് വലിച്ചിടാൻ ഒരു താല്പര്യമല്ല, ഞാൻ വലിച്ചിടാൻ പോകുന്നുമില്ല. പക്ഷെ അവളുടെ പേരും പറഞ്ഞിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെയും ചീത്ത വിളിച്ചിട്ടും പിന്നെ ഞങ്ങളൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വലിയ സംഭവമായിരുന്നു ആള്. അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവന്റെ വിചാരം ഞാനിപ്പോ ഇതൊക്കെ മാറ്റി വെച്ചോ ഒതുങ്ങിപ്പോയി എന്നുള്ളതാ. പക്ഷെ ഞാൻ അവന്റെ പുറകെ തന്നെയുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് നല്ലൊരു കോളാണ് കിട്ടിയിരിക്കുന്നത് അവന്റെ കാര്യത്തില്. ഞാൻ എന്തായിരുന്നു അവന്റെ കാര്യത്തില് അന്ന് പറഞ്ഞിരുന്നേ, അതിന്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചുതരാം. കുറച്ച് മുമ്പത്തെയാണ്, എങ്കിലും അതിനുള്ളൊരു ആൻസർ കൊടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഞാനിപ്പോ എനിക്ക് കാണിച്ചു തരാം. വഴി ഓടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കയറിയുണ്ട് ഞാൻ സാജിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചപ്പം എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്തായി സാജി ജയിലിലിട്ടാ ഓളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആരും ഒരുത്തം പോയിട്ട് കേസ് കൊടുത്തില്ലല്ലോ. എന്തായി ഞാൻ അവന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞ് എന്തായി കേസ്. അപ്പോഴൊക്കെ അതിനുള്ള മറുപടി കേസിന്റെ വയ്ക്കാറുണ്ട്. എന്തിനാണ് ഇത്രയും നാളും മെനക്കെട്? ഞാൻ ഷെരീഫിനോട് പേരെടുത്തിട്ടാ പറയുന്നത്. ഷെരീഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാള് കാടന്ന് കച്ചറുണ്ടാക്കിയത്? ഓളപ്പങ്ങട്ട് പൂട്ടും, ഓളപ്പങ്ങട്ട് കൊല്ലും, ഓളപ്പങ്ങട്ട് തൂക്കിക്കൊല്ലും, ഓളെ അക്കൗണ്ട് പൂട്ടിച്ചും, ഓളെ അക്കൗണ്ട് ഇതാക്കും. റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞ് റിപ്പോർട്ട് അടിച്ചിട്ട് പോണില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ റിപ്പോർട്ട് അടിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടും റെക്കോർഡും ആൻഡ് നീ ആ മറ്റേ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കുറെ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത്. ദാറ്റ്സ് നോട്ട് ഇഷ്യൂസ്. അങ്ങനെ നമ്മള് ആള് എപ്പോഴും നോർമൽ അല്ലാത്ത ഒരാളാണ്. എങ്കിലും അവരെ ഇങ്ങനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പാടാ. അപ്പൊ അവൻ ചോദിച്ചത് എന്താ, ഇജ് മറ്റേ സാജിയെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും കേസ് കൊടുക്കും അല്ലാതെ എന്തൊക്കെയാക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തായി? നടന്നോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയിട്ടല്ലേ സാജിനോടൊക്കെ കളിക്കുമ്പോ അത്രയും ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഇനി ഇയും കൂടി കേൾക്കാൻ വേണ്ടിട്ടാ. സാജി എന്റെ വീട്ടിക്ക് വരുന്നതിന്റെ മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതറിയോ എനിക്ക്? അത് വേറൊന്നും അല്ല, ഷാജിക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിക്ക് വരാം, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു, ഒന്നും ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അവൾ എൻ്റെ വീട്ടിക്ക് വന്നാ പിന്നെ ഒരു വീട്ടിക്ക് അവള് പോകൂലെന്ന്. മനസ്സിലായോ? ഇപ്പൊ എവിടെ നിന്നിട്ട് അവളെ ഞാൻ വെല്ലുവിളിക്കല്ലേ, അവളായിട്ട് റീഓപ്പൺ ചെയ്യാനൊന്നും അല്ല വന്നത്. എനിക്ക് വിഷയം നീയാ, സാജിദല്ല. മനസ്സിലായോ? സാജിദയുടെ പേരിലാണല്ലോ ഇവിടെ വന്നത്. ഇപ്പൊ എവിടെ ഇതൊക്കെ ഓൾഡ് വീഡിയോ. വലിയ വെല്ലുവിളിയൊക്കെ ഇങ്ങനെ നടത്തുമ്പോ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഓർമ്മ വേണ്ടേ? ഇനി അതൊന്നും അല്ല, എൻ്റെ ഒരു നമ്പർ 1 കളി എൻ്റെ കജ്ജ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ എനിക്ക്? ഇല്ല അതെ, സെറ്റാക്കി തരാം. അതിനു മുമ്പ് ഞാൻ എനിക്ക് ഇൻബോക്സിൽ പേഴ്സണലായിട്ടൊരു മെസ്സേജ് വിടാം. കേട്ടോ? അത് വേറെ ഒന്നും അല്ല, ഒരു മെസ്സേജ് മാത്രം ഞാൻ എനിക്ക് വിടാം. അതിലെനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മോനെ ഫാത്തിയെ, ഈ കളിക്കുമ്പോ ആളും തരം നോക്കി കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അന്നെ രക്ഷിക്കാനും ആരുമില്ല, അനക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല. ഇപ്പൊ ഇജ്ജും ആർക്കും വേണ്ടി സംസാരിക്കണില്ല. ഇജ്ജിപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് റീൽസ് ഇട്ടിട്ട് കളിക്കുക. എന്നിട്ട് എന്തൊക്കെയാ എന്റെ വർത്താനം? ദുബായിലെ വർത്താനൊക്കെ സുഖല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നില്ലാന്ന് നീ വിചാരിക്കണ്ട. എന്നിട്ട് എന്താ, റൂമൊക്കെ ഉഷാറല്ലേ? വാടകയൊക്കെ കൊടുത്തോ? കൊടുത്തിട്ടില്ലേ? വേണമെങ്കിൽ എന്തെങ്കിലും സഹായിക്കണേ സഹായിക്കട്ടോ. ബേജാറൊന്നും വേണ്ട. ജൈന അറിയുന്ന ഒന്നിനും പോകുന്നും വേണ്ട, ഞാൻ തരാം എനക്ക്. മനസ്സിലായോ? ഒക്കെ അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ എൻ്റെ കയ്യിലുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാനൊന്നും പറയണ്ടല്ലോ. പക്ഷേ ഇജ്ജ് പറയില്ല എന്ന് വിചാരിക്കണ്ട, ഞാൻ പറയും. എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താ, നീ അമ്മാതിരി വെല്ലുവിളിയല്ലടാ വെല്ലുവിളിച്ച്. ഇജ്ജ് എന്തൊക്കെ നാട്ടിൽ വന്നിട്ട് ഇന്നെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടില്ല അന്നെ കഞ്ചാവ് ഫാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനത്തിന് കോട്ടം തട്ടും. അതുകൊണ്ട് പിന്നെ ഇന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് എന്തൊക്കെ കാറെടുത്ത് വന്നിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു.
ജന്ന് അങ്ങോട്ട് പോയതാ വള്ളത്തിൽ വളിയിട്ട മാതിരി. പിന്നെ എൻ്റെ ഒരു ജവാബും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താ? അനക്ക് എൻ്റെ മഹാപാവം പെണ്ണുങ്ങളിലെ നാട്ടുകാരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ അസഭ്യം പറഞ്ഞിട്ടും ആ പെണ്ണിന്റെ കുറ്റം പറഞ്ഞിട്ടും ഒക്കെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. ഇജ്ജ് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇന്ത്യ അടുത്ത് കോർക്കാൻ വന്ന്? അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ വന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് കാര്യങ്ങളുടെ എല്ലാം ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഇജ്ജ് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നെ ബ്ലോക്ക് ഒന്ന് ഒഴിവാക്ക്. എനിക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. പക്ഷെ ഇതിൽ തന്നെ ഞാൻ വിടൂല ഫാത്തിയെ. എൻ്റെ തനി മുഖം ഞാൻ പുറത്തിറക്കും. ഇജ്ജ് ഇതുവരെ ചെയ്തത് എന്താണ്, ഇജ്ജിപ്പോ ചെയ്തും കൊണ്ട് എന്തായിരിക്കണേ എന്നുള്ളതൊക്കെ ഞാൻ പൊളിച്ചെടുക്കും. അതിൽ നോ കോംപ്രമൈസ് കേട്ടോ. എനിക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ തരാം. എന്ത് മുറ്റത്തെ ചെമ്പിനടപ്പില്ല പറഞ്ഞ അതേമാതിരി ഒരു ക്ലൂ ഞാൻ ഇട്ട് തരാം കേട്ടോ. എന്നിട്ട് സാജിദാക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞു മക്കളെ അടക്കം ഒരു ദയും കരുണയില്ലാതെ അത്രയും അസഭ്യം വിളിച്ചുകൊള്ളു. ഓനിക്ക് അതേമാതിരി 2 മക്കളുണ്ട്. പക്ഷെ ഇവനെന്തറിയോ, ഓന്റെ മക്കളുടെ കാര്യത്തിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓനിപ്പോ ഈ റീൽസ് കാണിക്കുന്ന മക്കളുടെ സ്റ്റാൻഡിലുള്ള ഓന്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ട് മക്കളെ തുല്യരായിട്ട് കാണാൻ കഴിയാത്ത മാതാപിതാക്കളെ വേസ്റ്റാ. മനസ്സിലായോ? ഇത് ഓനിക്ക് മൊത്തം 3 മക്കളാ. ഒരു മഹാപാവം ചെറിയൊരു കുട്ടിനെ ഓൻ അവിടെ നിർത്തിയിട്ട് ഒരു കോലിമുട്ടായി പോലും വാങ്ങിക്കൊടുക്കൂല. എന്നാലോ മറ്റോ 2 വെച്ചിട്ടോ മാക്സിമം റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ നല്ല പിള്ളയായി ചമയുന്നുമുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ കുറെ പെണ്ണുങ്ങൾ പോയി തല വെച്ചെടുക്കും ചെയ്തിക്കണു. കൊടുക്കി നിങ്ങൾ നല്ലോണം കൊടുക്കി. എന്നിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചൊക്കെ കിട്ടണമൊക്കെ നമുക്കൊന്ന് നോക്കാലോ. ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഓന്റെ കുറച്ച് ചാറ്റും ഒരു കോൾ റെക്കോർഡും ഒക്കെ എൻ്റെ കജ്ജ് കിട്ടിയിരിക്കണു. ഒക്കെ എൻ്റെ കജ്ജ് കിട്ടിയിരിക്കണു കേട്ടോ. അതിനിപ്പോ എൻ്റെ വോയിസ് അല്ല AI ആണെന്നൊക്കെ ഇജ്ജ് പറഞ്ഞോളുണ്ടോ. അതെന്ത് വേണമെങ്കിലും ഇജ്ജ് പറഞ്ഞു. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇജ്ജിപ്പോ അന്ന് പറഞ്ഞു എവിടെ ഇപ്പൊ എന്തായി? സാജിദാനെ ഒതുക്കാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ സാജിദാനെ പേരിൽ കേസ് എടുക്കാമെന്നോ? എവിടെ എൻ്റെ സാജിദ? ഇജ്ജ് സാജിദ മണ്ണാർക്കാടെന്ന് വന്ന് ചോദിച്ചോക്കാം. സാജിദാടെ മാതിരി നല്ലൊരു പെണ്ണ് വേറെ അല്ല ഇപ്പൊ. അറിയോ? നല്ലതാണെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയും ചെയ്യും. അതിനൊന്നും എനിക്കൊരു മടിയില്ല. ഇപ്പൊ ഓളെ പണിയും തൊഴിലും എടുത്ത് ജീവിക്കുക. നാട്ടുകാരെ നെഞ്ഞത്ത് കയറാനുമില്ല, ആരനാവശ്യം വിളിക്കാനുമില്ല, ഒന്നിനുമില്ല. ഓളായി ഓളെ ഹാലായി. അതുകൊണ്ട് എന്തായി? നമുക്കും പ്രശ്നമില്ല, ആയിക്കോട്ടെ, ജീവിച്ചോട്ടെ, ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മളൊക്കെ ഒന്നും അല്ലാതാക്കിയിട്ട് പിന്നെ നെഞ്ഞത്ത് കയറാൻ വരുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ചു പോണത്. അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്നോട് ആരെ വരാൻ പറഞ്ഞു? ഇജിപ്പോ നല്ല മുസാഫിന്റെ നടുക്കണ്ടാണല്ലോ അല്ലേ? ജോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഇജ അതിനൊക്കെ വലിയ തറയണെന്നുള്ളത് അന്നെ അറിയുന്നവർക്ക് അറിയും. എന്റെ നാട്ടിൽ ഞാൻ പോയിരുന്നു, കാളികാവ്. മനസ്സിലായോ? എന്റെ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് അവിടെയൊക്കെ എനിക്ക് ഭയങ്കര മതിപ്പാണല്ലോ അല്ലേ? ഞാൻ മനഃപൂർവ്വം വീഡിയോ ഇടായിരുന്നത് അവിടെ. കാരണം എന്താ അറിയോ, ഇനി ഇജറിയനോലും അന്നറിയനോലും ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ ഞാൻ അത് ഓലിക്കൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വീഡിയോ പിടിക്കാണ്ടിരുന്നതാ മനഃപൂർവ്വം. എന്ന് വെച്ച് മോനെ എൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് വോയിസും കുറച്ച് റെക്കോർഡും കുറച്ച് ഡീറ്റെയിൽസും ചാറ്റൊക്കെ കിട്ടിയിരിക്കണു. എന്തിനാടെ ചെങ്ങായി? ഉളുപ്പുണ്ട് എനക്ക്. ആ നോക്കാൻ കഴിയില്ലെങ്കിൽ ആ മക്കളെ അങ്ങോട്ട് അതിന്റെ തള്ളടത്ത് കൊടുന്ന് ഇതായിക്കൂടെ? ഇങ്ങനെ എരന്ന് ജീവിച്ചേണ്ട വല്ല കാര്യമുണ്ട് എനക്ക്. പക്ഷെ ഫാത്തിയെ ഇജ്ജ് വെറുതെ വിചാരിക്കുകയാണ് ഞാൻ അതൊക്കെ മറന്നോക്കണു, ഞാൻ ഇതിമെന്നൊക്കെ ഒഴിവായിക്കണു, ഇതൊക്കെ തീർന്നോക്കണു എന്നല്ലട്ടോ. ഞാൻ അങ്ങനെ തീർക്കൂലത്. അതിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ അങ്ങനെ തീർക്കൂല. ഇനിയിപ്പൊ അത് തോറ്റാലും ജയിച്ചാലും. പക്ഷെ ഞാൻ വേറെ കാര്യം കേട്ടോ, സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിമ്മ മത്സരിക്കാൻ നിൽക്കുള്ളൂ. എൻ്റെ അടുത്തൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങാം. കാരണം എന്താ അറിയോ, ഇത് ഫുള്ള് ഫേക്കാണ്. അതായത് ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ സമൂഹത്തിൽ മാക്സിമം എന്താ പറയാ ഇങ്ങോട്ട് താറ് വലിച്ചു കീറിയിട്ട് ഒരു പെണ്ണിനെ സമൂഹത്തിന്റെ മുമ്പിൽ അത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ അത്രയും മോശക്കാരിയാക്കിയിട്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഇജ് അല്ലെ? ആ എനക്ക് എന്ത് മാന്യത ഉണ്ടാകുക? ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് എന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? ഇജിപ്പോ എന്റെ വൈഫിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. എന്റെ വൈഫിനെ ഇജ് വേണ്ടാന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താണ്? എനക്ക് അത്രയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കയ്യോടെ പൊക്കിയപ്പോ നേരെ ആ മഹാപാവത്തിന്റെ മണ്ടക്കാൻ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഈ കുട്ടികളെയും കൊണ്ട് ദുബായിക്ക് മുങ്ങി. ഇത് മുങ്ങിയത് മാത്രമല്ല, ഇതിന് വേറെ ട്വിസ്റ്റും കൂടി ഉണ്ട്. ഇവൻ ഈ കള്ളും വള്ളം കഞ്ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ്. ഇവൻ എന്താ ചെയ്തിക്കണ അറിയോ? ഈ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞേക്കന്നെ 15 പവന കൊടുത്തിക്കണത് ആകെ സ്ത്രീധനായിട്ട്. അത് എളുപ്പം വാങ്ങിയവനാണ് ചെലവാക്കി. ഇവന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവൻ എന്തെങ്കിലുമൊക്കെ തരാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടു. ഇപ്പൊ കുറേ എന്റെ കജ്ജിൽ കിട്ടിയിരിക്കണു.
ആ 15 പവൻ ഒറ്റക്കണ്ട് പുട്ടടിക്കുക എന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ മോളെ മാന്യമായി നോക്ക്. അതെല്ലാം നിനക്ക് വേണ്ടേ ആ 15 പവൻ തന്നിട്ട് നീ ഇവളങ്ങട്ട് ഒഴിവാക്കിക്കൊണ്ട. ഇതാ വീട്ടുകാർ പറയുമ്പോ നീ ആണാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണടാ. അല്ലാതെ ഈ അവളെ കുറെ തെളിവ് വിളിക്കുക, അവളുടെ ഉമ്മാനെ കുറെ തെളിവ് വിളിക്കുക, അവൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ വരുന്നവരെ മുഴുവൻ തെറി വിളിക്കുക. ഈ തെറിവിളി കൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ഇന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇജ്ജ് കുറെ തെറി വിളിച്ചു, എന്തെങ്കിലും നടന്നോ? അവസാനം പത്തിയും താത്തിയും അങ്ങോട്ട് പോയില്ലേ? എവിടെ ഇപ്പൊ ഇജ്ജ്? എന്റെ പത്തി പൊന്തണില്ലേ? എവിടെ എന്റെ ആദ്യത്തെ ഉശിരൊന്നും ഇല്ലല്ലോ? ഇങ്ങനെ കയ്യൊക്കെ വെച്ച് ചിരിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞിരുന്നത്. എന്തായി എന്നുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട്? കളിച്ചപ്പോ നേരാണ് പണി കിട്ടിയില്ലേ? ഇതൊന്നും അല്ല, അനക്ക് തന്നുകൊണ്ടിരിക്കും. ഞാൻ എങ്ങനെ അറിയോ? കണ്ടന്റുകൾ തെരഞ്ഞു പോകുന്നില്ല. ഞാൻ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കും. എന്നിട്ട് പിന്നെ അതെന്തെങ്കിലും ആയിട്ട് ഞാൻ അയിമെന്ന് വേറിടുള്ളൂ. അല്ലാതെ എനിക്ക് നാട്ടിലുള്ള ന്യൂസ് മുഴുവൻ എടുത്തിട്ട് ഇപ്പൊ നാട്ടുകാരെ മുഴുവൻ കാണിച്ചാൽ ഞാൻ എന്താ ഏഷ്യാനെറ്റ് തുറന്നിരിക്കുക അവിടെ? അല്ല. അന്നെ പോലത്തെ ഈ ഫേക്ക് മുഖങ്ങളുണ്ടല്ലോ, നാട്ടുകാരെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ജീവിക്കുന്നവരെ, അങ്ങനത്തെ പോലെ നോക്കി പിടിക്കും ഞാൻ. മനസ്സിലായോ? എന്നിട്ട് അതിന്റെ പിന്നാലെ കൂടും. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്, എന്റെ കണ്ടന്റ് എപ്പോഴും 2-3 ആളുകൾ മാത്രമാണല്ലോ അത്. ആ ആളുകൾ തന്നെയാണ്. കാരണം എന്താ, ഇപ്പൊ ഞാൻ ആദ്യം എപ്പോഴും സാധ്യത നിരന്തര സാധ്യത ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തേ? അതവിടെ തീർന്നു. അപ്പൊ അതുപോലെ തന്നെ എന്റെ കാര്യത്തിൽ അതിന്റെ അപ്പുറമായിരിക്കും ഞാൻ നിന്നോട് കാട്ടുക. അവിടെ പെണ്ണെന്നുള്ളൊരു പരിഗണന ഞാൻ സാധ്യത കൊടുത്തു. അനക്ക് ഞാൻ അതും കൂടി തരൂല. ഇജി കണ്ടോളുണ്ടോ? അതിന്റെ സകലമായ ഫേക്ക് മുഖം ഞാൻ വലിച്ചു കയറും. അതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് ഇന്നുണ്ടാ. അത് അധികം താമസിയാതെ ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. അത് ഇജി കാണുകയും ചെയ്യും കേട്ടോ. അതിനുള്ള എല്ലാതും വിത്ത് വോയിസ് റെക്കോർഡ്, കോൾ റെക്കോർഡ്, ചാറ്റിങ്, വീഡിയോ ക്ലിപ്സ് എല്ലാം ഓരോന്നായിട്ട് പുരാതന വസ്തുക്കൾ ഞാൻ ശേഖരിച്ച് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാറിയോ? ഒക്കെ പാടുള്ള ഒരു അവാർഡ് ഒറ്റയടിക്കണക്കാണ് തരാൻ വേണ്ടിയിട്ട്. അത് ഈ ഷെരീഫ് തരുകയും ചെയ്യും. ജിന്റെ അമ്മാനും വാപ്പാനിന്റെ മക്കളെയും തെറി വിളിച്ചു കൊണ്ടിച്ചെങ്കിൽ അനക്ക് ഞാൻ ഒരു പത്മഭൂഷണം തന്നെ തരും. യാതൊരു സംശയവും വേണ്ട. അപ്പൊ മറ്റേ ഒരു പെണ്ണിനെ എന്റെ അടുത്തേക്ക് അയച്ചു. ഓൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി. പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഓൾക്ക് ഞാൻ പെട്ടു എന്നുള്ളത്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ഡയറക്റ്റ് വിളിച്ചു. SIനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ SI എന്നോട് പറഞ്ഞത്, പിന്നെ ഇനി എന്തായാലും മറ്റേ അവരുടെ വീഡിയോ ഇതായിക്കള, എത്രയായാലും സ്ത്രീയല്ലേ, അവർക്ക് അറിയാതെ പറ്റിയതാണ്. പിന്നെ ഇങ്ങനെ സംഭവിച്ചത് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അതൊന്നും ഉണ്ടായിട്ടല്ല, ഇങ്ങനൊരു തെറ്റ് പറ്റി, അത് ക്ഷമിച്ചള. നിന്റെ ട്രാപ്പ് പെട്ടതാ. അതായത് നിന്നെ പോലെ ഒരു നാറിനെ പരിചയപ്പെട്ടതാണ് ആ സ്ത്രീ ചെയ്ത തെറ്റേന്ന് SI പറയാതെ പറഞ്ഞു. മനസ്സിലായോ? പക്ഷെ അതിനുശേഷം കുറച്ച് ആളുകൾ വന്നു. ഒക്കെ അനക്കുള്ള അവാർഡും കൊണ്ടാ വന്നിക്കുന്നത്. മനസ്സിലായോ? ഷെരീഫേ ഇതൊന്ന് കണ്ടോക്ക്, ഷെരീഫേ ഇതൊന്ന് കേട്ടോക്ക്. ഫാത്തിയേ ഇജ്ജ് ദൂറും ഉറപ്പാ. എന്തൊക്കെയാ അവൻ പറഞ്ഞേക്കണ അറിയോ? എന്താണ് ഷെരീഫിന്റെ ഭീഷണി എന്നാണ് മറ്റേ ഇതന്നെ കൊടുത്തിക്കണേ, ഏത് ടൈറ്റിൽ കൊടുത്തിക്കണേ, ഷെരീഫിന്റെ ഭീഷണിന്ന്. ഈ ഷെരീഫ് ഇനി കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഷെരീഫ് കൊടുക്കാൻ പോകുന്നത് എങ്ങനെയുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞത്. ഷെരീഫ് എങ്ങനെ കൊടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെരീഫ് വോയിസ് മെസ്സേജ് ഏതൊരു പെണ്ണ് ഷെരീഫിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്ലോ പോയി. ഷെരീഫ് എന്താ പോയി പറഞ്ഞിട്ടുള്ളത്? ഷെരീഫ് എന്നെ പറ്റിയിട്ട് ആരോ എന്തൊരു വീഡിയോസിനെ പറ്റിയിട്ടോ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഷെരീഫ് അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര മോശപ്പെട്ട ആളാണ്. അവരുടെ ഭാര്യനെ ഇങ്ങനെ പിച്ച് ചെയ്തിട്ടാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി. എന്റെ പൊന്നു ഷെരീഫ്, ഞാൻ എവിടെ ചെങ്ങായി ഇങ്ങനെ മറ്റുള്ളവർ പച്ചർച്ച നിന്ന് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇച്ചും എന്റെ പെണ്ണുങ്ങളും എല്ലാം നേരം പുറത്ത് വൈകുന്നേരമോളം ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നുള്ളൂ എനിക്കറിയില്ല. ഈ ഷെരീഫ് കാട്ടിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പെണ്ണിനോട് പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ എന്റെ എക്സ് വൈഫിനെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കി. ഞാൻ അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ ആളുകൾക്ക് എന്നെ അറിയാം. കാരണം ഞാൻ എന്റേതായിട്ടുള്ള വീഡിയോസുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ അഭിഹിതങ്ങൾ അവിടെ ഇവിടെ നടന്നിട്ട് അവർ എറിഞ്ഞു കുടിച്ചിട്ട് ഫോണുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കഥകൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ തന്ന ഫോണുകൾ ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു. പിന്നെ പിള്ളേർ വന്നപ്പോൾ പിള്ളേർ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നത് ആരെയും ഇതാക്കിയിട്ടൊന്നുമില്ല. ആ വോയിസ് വന്നതിന് ശേഷം 3 ദിവസമായിട്ട് ഓനി ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ട് ആ വീഡിയോസ് എന്റെ വീഡിയോസിലുള്ള അവന്റെ വോയിസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 3 ദിവസമായിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കൊടുത്തിരിക്കണം. 3 ദിവസമായിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തുന്നത് നോട്ട് ഗുഡ്. ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്റെ വോയിസ് നീ എന്നെ പറ്റി പറയുന്ന വോയിസാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നീ എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്ന വോയിസ് മെസ്സേജാണ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളത്. എനിക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല എന്റെ റിലേഷൻഷിപ്പ് എന്താണോ. ഞാൻ അവരുടെ ആളെ ഞാൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും വിളിക്കലില്ല. എന്റെ അടുത്ത് വന്നാൽ ഞാൻ മെനി ടൈം ഞാൻ ഓൾറെഡി ടോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോ വെറുതെ ഇപ്പൊ വീഡിയോ ഒന്നും വേണ്ട. ഞാൻ ജിമ്മിൽ ഇപ്പൊ എന്തായാലും ഞാൻ ജിമ്മിൽ കേട്ടില്ല നിങ്ങളെ? അതായത് ഓൻ ഒരു പെണ്ണിന്റെ അടുത്തേക്കും പോണില്ല, ഓന്റെ പിന്നാലെ പെണ്ണുങ്ങൾ ക്യൂലാണെന്ന്.
അത് അത്രയും മറ്റേ കഴിവും മറ്റേ ഗ്ലാമറും ഒക്കെ ഉള്ള ഒരാളാകും കൊണ്ടായിരിക്കും പെണ്ണുങ്ങൾ എന്റെ പുറകെ. അതൊക്കെ എന്റെ പേഴ്സണൽ വിഷയം, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇടപെട്ടത് എന്തിനാ അറിയാം, എന്റെ വീട്ടുകാരെയും എന്റെ മക്കളെയും ഇവൻ പറഞ്ഞതിലാണ് ഞാൻ ഇടപെട്ടത്. ഇവനൊക്കെ ഇങ്ങനെ കത്തി കയറിയായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം എനിക്ക് എതിരായിരുന്നു ആ സമയത്ത്. ഇവന്റെ കുറച്ച് ഫേക്ക് അക്കൗണ്ട് അല്ലാത്ത എല്ലാവരും എനിക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് ഷെരീഫ് പുലിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ എനിക്ക് ഫാത്തി എന്നോട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ എന്നോട് പറഞ്ഞു ഇയാള് ശരിയല്ല, എന്നോട് കളിക്കുന്നതും അനക്കിപ്പോ ആ കമന്റ് ഇടുന്ന അന്നെ കമന്റ് ഇടുന്ന പെണ്ണുങ്ങളില്ലേ, അതിൽ എത്ര ഇജ്ജ് പറഞ്ഞ വകുപ്പ് പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓലെ ഒന്നും പിന്നാലെ പോയിട്ടില്ല. പക്ഷെ കുറച്ച് പെണ്ണുങ്ങൾ ഇന്ത്യ അടുത്തേക്ക് വന്നു. എന്തിനാ അറിയോ, പിന്നെ എന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അത് അവരുടെ വോയിസ് ആയിട്ടും മറ്റേ സ്ക്രീൻഷോട്ട് ആയിട്ടും ഒക്കെ എന്റെ കയ്യിൽ കിടപ്പുന്നുണ്ട്. പിന്നെ ഇജ്ജ് പറഞ്ഞത് ഏത് ഷെരീഫ് ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് കേൾക്കണ, ഷെരീഫ് ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് ഫാത്തി അങ്ങനെയാണ് ഫാത്തി ഇങ്ങനെയാണ് എന്ന്, അത് ഫുൾ എവിഡൻസ് അടക്കം ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു. ആ പെണ്ണ് തന്നെ പറയുന്നത് എന്ത്, നീ എന്നോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല, ഞാനാണ് ഫാത്തിയെ കുറിച്ച് നിന്നോട് ചോദിച്ച് എന്റെ ചോദ്യത്തിനുള്ള ആൻസർ മാത്രമാണ് നീ തന്നിക്കണെന്നുള്ളത് ആ പെണ്ണ് പറയുന്ന വോയിസും ഞാൻ അപ്പോഴേ ഇട്ടിരുന്നു. അവിടെയും നിന്റെ പ്ലാന് പൊളിഞ്ഞു അല്ലെ. അവസാനം എന്തായി, തലശ്ശേരി പോലീസ് വിളിച്ച് നിന്നോട് അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ അത് ഡിലീറ്റും ചെയ്തു അല്ലെ. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഒരു സ്ത്രീ അല്ലേ അങ്ങനെ ചെയ്യണ്ട, മറ്റേ അവര് അറിയാതെ പറ്റിയതാണ്, നിന്റെ കെണിയിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ വീഡിയോ എന്നെ കുറിച്ചിട്ട് പറഞ്ഞ ആ വീഡിയോ ആദ്യം അവിടുന്ന് തെറിക്കണം, എന്നാ ഞാൻ എന്റെ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ SI പറഞ്ഞു ഓക്കെ എന്ന്. SI വിളിച്ചു നിന്നെ അല്ലേ, SI നിന്നെ വിളിച്ചിട്ട് നല്ല കിട്ടിയില്ലേ. ഇനിയിപ്പോ എന്താ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇജ് അത് അപ്പൊ തന്നെ സംഭവം ഡിലീറ്റ് ആക്കി അല്ലേ. അപ്പൊ അതാ പറയണത്, അനക്കൊന്നും ചാറില്ല, കുരക്കല് മാത്രമേ ഉള്ളൂ, ഇജൊന്നും കടിക്കൂല. പിന്നെ ഇജ് നാട്ടിക്ക് വരട്ടെ, നാട്ടിൽ വന്നാല് എന്തൊക്കെ ആക്കുന്ന അതിനൊക്കെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇത് ഇവിടെ കൊണ്ട് ഇജ് വിചാരിക്കും ഇജ് ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരുമ്പോ ഞാൻ അതൊക്കെ മറന്നിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇജ് അങ്ങനെ ചിന്തിക്കരുത്. അനക്കിനെ കുറിച്ച് അറിയാനിട്ടാ ഞാൻ വലിയ സംഭവമാണെന്നൊന്നല്ല പറയുന്നത്. പക്ഷെ ഇന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒഴിവാക്കി വിടും. എൻ്റെ മക്കളെ എൻ്റെ വാപ്പാനി എൻ്റെ ഭാര്യ ഇജ് പറഞ്ഞെങ്കിൽ അത് ഞാൻ അന്നെ കൊണ്ട് തെളിയിപ്പിക്കും. മനസ്സിലായോ? അന്നെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു സംശയം അതിലിജ് കരുതണ്ട. കാരണം ഇപ്പൊ ഇജ് സ്വാഭാവികമായിട്ട് വിചാരിച്ചില്ല ഇത്രയും ദിവസമായിട്ട് ഓൻ്റെ ഒരു വിവരമല്ല, ഓൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും എന്നുള്ളത്. അല്ല, എൻ്റെ പിന്നാലെ തന്നെ ഞാനുണ്ട്. എവിടുന്നാണ് അനക്കെതിരെയുള്ള എന്ത് കിട്ടണോ അതപ്പം ഞാൻ വാങ്ങും, സേവ് ചെയ്ത് വെക്കും. മനസ്സിലായോ? പിന്നെ അവരെന്നെ വിശ്വസിച്ച് വിട്ട ഒരു സാധനവും ഞാൻ ഇന്ന് വരെ പബ്ലിക്കാക്കി ഞാൻ ആരെയും കേൾപ്പിച്ചിട്ടില്ല. അതെന്താ അറിയോ, അവര് എന്നോട് കാണിച്ച വിശ്വാസം ഞാൻ നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞൊരു മറുപടി ജസ്റ്റ് ഞാൻ അവർക്ക് കൊടുത്ത റിപ്ലൈ പോലും എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഷെരീഫ് ഇതാ ഫാത്തിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോസ്റ്റ് ചെയ്തു. ഫാത്തിനെ കുറിച്ചിട്ട് എന്ത് മോശം പറയാനാ, ഒരു മോശത്തരമല്ല. 3 മക്കളില് 2 മക്കളെ നീ ഗൾഫിൽ കൊണ്ടുപോയി നിന്റെ അടുത്ത് നിർത്തി. ഈ ഒരു കുഞ്ഞു പൈതലിനെ എനിക്ക് നോക്കാനും സമയമല്ല, അതിനെ തിരിഞ്ഞു നോക്കൂല, ചെലവിനും കൊടുക്കൂല. പിന്നെ ആര് ഇൻബോക്സിൽ വന്നിട്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ ആദ്യം ഇജ്ജ് പറയാ എന്റെ ഭാര്യ അങ്ങനെ ചെയ്തതും അന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തിയതും മറ്റേ ഭാര്യക്കുള്ള അവിഹിതവും ഇതൊക്കെയാണ് ഇജ്ജ് നിരത്തുക. എന്തിന്? ഇവരെന്നൊരു സിമ്പതി പറ്റാം. അങ്ങനെ ജീവിക്കുന്ന അന്റെ എന്ത് മോശത്തരാ ഞാൻ പറ, ഇജ്ജെന്നെ ഒന്ന് ചിന്തിച്ച. അതുകൊണ്ട് ഫാത്തിയെ ഇജ്ജൊന്ന് കരുതിയിരുന്നോ. എന്നോട് അന്ന് പറഞ്ഞ അതേ ചൂടിലും അതേ സ്പിരിറ്റിലും ഞാൻ ഇന്നും പറയുന്നത്. അനക്കുള്ള പണി വരുന്നുണ്ട് കേട്ടോ. അത് താമസിയാതെ എനിക്ക് മനസ്സിലാവും.